ആധാരം പറഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി കുടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാവരവ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാവരവ. കിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വെക്കുന്നേ. വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി. വർണ്ണാഭമായ ഒരു എപ്പിസോഡ് ഇവിടെ തുടക്കം കുറിക്കുന്നു. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു മഹനീയ വ്യക്തിത്വമാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോപ്പുലർ ആണ്. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ഫൗണ്ടേഷന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഫാദർ ഡേവിസ് ചിറമേൽ. తన మహాదయను నను గణించెను. యెహోవా నా మొరలాలించెను, తన మహాదయను నను గణించెను. అహర్నిశలది నహీనుడగు నాదు హాయనెడు ధ్వని గ్రహించి మనిపెను. యెహోవా నా మొరలాలించెను, తన మహాదయను నను గణించెను. ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ വേദിയിൽ ഒരു വൈദികൻ എന്താണ് ചെയ്യുന്നതെന്ന്. ഇദ്ദേഹം ഓൾറെഡി സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രശസ്തനാണ്. അതുകൂടാതെ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ഇദ്ദേഹം. അതെ, ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു പറച്ചിലിന്റെ കാലമാണ്. എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നു, ഒരു വിഷയത്തിനോട് പ്രതികരിക്കുന്നു, പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നു, പക്ഷെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ സ്വന്തം കിഡ്നി ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഫൗണ്ടേഷന് രൂപം കൊടുത്തത്. അപ്പൊ നമുക്ക് അച്ഛന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം ഫാദർ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അതെല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് പൊതുവെ ഹ്യൂമർ സെൻസ് കൂടുതലായിരിക്കും. തൃശ്ശൂർക്കാർക്ക് പൊതുവെ ഒരു കിഡ്നി ഇല്ലാന്ന് പറഞ്ഞില്ല. ഇല്ല അത് പറഞ്ഞിട്ട് തൃശ്ശൂർക്ക് പോയ അടിയുണ്ടല്ലോ, പാർസൽ കിട്ടും. അല്ലല്ലേ, വെടിക്കെട്ട് പോലെ വരും. അതായത് നമ്മുടെ ഇന്ന് ഈ
വാക്കുകൾ കുറയ്ക്കുക. അതെ. അതാണ് ഇപ്പൊ ഞാൻ ഈ ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ. എൻ്റെ ഒരു സഹോദരി കണ്ടു. ഓ. കണ്ടുടനെ തന്നെ എന്നോട് ചോദിച്ചു, അച്ഛൻ യെസ് കിഡ്നി അത്ര പറഞ്ഞല്ലോ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അതിന് തന്നെ കാര്യം ക്ലിയർ ആയി. അപ്പൊ നമ്മൾ വാക്കുകൾ കുറച്ച് കുറയ്ക്കുക, അതല്ലേ? എന്നിട്ട് പ്രവൃത്തിയിലേക്ക് നീങ്ങുക. ഇവിടെ ഈ കോമഡി സെറ്റില് വരുന്ന മനുഷ്യരുടെ ഒക്കെ ജീവിതങ്ങളെ കാണിക്കണം. ഈ കാണുന്ന മനുഷ്യർക്കൊക്കെ ഇന്ന് എന്റർടൈൻമെന്റ് ഒക്കെ വീടുകളിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു, പണ്ട് കാലത്ത് ഈ ആൾക്കാർ സ്മോൾ അടിച്ചിട്ടെങ്കിലും വഴിയിൽ കുറെ തമാശ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ലാണ്ടായി. അതായത് അവരുടെ പ്രത്യേക തമാശ ഉണ്ടായിരുന്നു. അതായത് ജീവിതത്തിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കണില്ല. അവിടെ ഇങ്ങനെയുള്ള കോമഡി സെറ്റുകളിൽ നിന്ന് മനുഷ്യൻ ടി വി വയ്ക്കുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് കയറി ചെല്ലാണ്. അപ്പോഴാണ് അവൻ ചിന്തിക്കണ ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളാണെന്ന്. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപരന് സന്തോഷം കൊടുക്കുമ്പോഴാണ്. അതായത് നമ്മളെ കുറെ ആർജിച്ചെടുത്തിന് എന്താ കാര്യം? ഒന്നും ഉണ്ടാവില്ല. അവസാനം ഒരു ചുക്കുണ്ടാവില്ല. അവസാനം പോണ നേരത്തെ നമ്മളുണ്ടല്ല വെറുതെ അയ്യോ ഒന്നുമില്ല ഏതോ 10 വന്നിട്ട് ആകെ നിലവിളിച്ച് പോരുത്. ഹാപ്പി ആയിട്ട് വേണം. എപ്പോഴും ഈ നർമ്മ സംഭാഷണങ്ങളിലൂടെ അച്ഛൻ വളരെ ശ്രദ്ധേയനാണ്. എന്തിനും ഒരു ഉത്തരം ഉണ്ടാവും അല്ലെ? ഉരുളക്കുപ്പേരി പോലെ. നമ്മള് GS പ്രദീപ് ഒന്നും ഇല്ലട്ടാ. നമ്മളൊരു സാധാരണ മനുഷ്യനാണ് ആദ്യം. അതാണ് നമ്മൾ എന്നെ കേൾക്കുന്നവരോട് പറയണത്. നമ്മൾ ആദ്യം മനുഷ്യരാണ്. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഡോക്ടർ, എഞ്ചിനീയർ, ഫാദർ ഒക്കെ ആവേണ്ടത്. നമ്മൾ ആദ്യം മനുഷ്യരാകണം. ആ മനുഷ്യരായത് തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഈ ഒരു മനുഷ്യനാകാൻ വേണ്ടിട്ട് എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യേണ്ടത് തന്നെ ആയുള്ളൂ. നമ്മള് വെച്ചിട്ടുള്ള മാസ്ക് കഴിച്ചു കഴിഞ്ഞാൽ മതിയാവും. അതായത് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ നമ്മൾ എന്തോ ആണെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത അതില്ലാണ്ടിരിക്കുക. എന്താണോ അത് അങ്ങനെ ആയിരിക്കുക. നമ്മളൊന്നും ആവേണ്ട ആവശ്യമില്ല. അതിനാൽ നമ്മൾ മനുഷ്യരായപ്പോ തന്നെ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് പേഴ്സണായി അവർക്ക് സന്തോഷം കൊടുത്തിട്ടാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇന്ന് ആയിരക്കണക്കിന് മനുഷ്യർ സന്തോഷിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, എയർ ആംബുലൻസിൽ ഹൃദയം പോണെന്ന് പറയുമ്പോ ആൾക്കാർ എന്തിനിപ്പോ ഇത് കൊണ്ടോണേ എന്നല്ല ചോദിക്കണേ. സംഭവം ഗംഭീരെന്ന് പറഞ്ഞത്. കാരണം മരിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് പോലും 6, 7, 8 പേർക്ക് അവരുടെ വീട്ടിലുണ്ടല്ലേ സന്തോഷത്തിന് എന്താ പറയാൻ പറ്റുക? അതിരുകളില്ല. അത് ഹാർട്ട് കൊടുക്കണം, കിഡ്നി കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആൾക്കാർ ഇപ്പൊ എന്നെ കണ്ടാൽ തന്നെ ദേ വരണ്ട അച്ഛൻ ഇവിടെ കിഡ്നി പോടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. നമ്മൾ ആരോടും കിഡ്നി ഒന്നും ചോദിക്കണില്ല. പക്ഷെ ഞാൻ പറയാ, ജീവിതത്തില് നമ്മൾ ഒന്നും കൊടുക്കാനുള്ള മനസ്സുണ്ടല്ല, അത് ഇന്ന് ആൾക്കാർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുത്തോണ്ട് നമ്മുടെ മനസ്സ് നിറയുള്ളൂ. അതിപ്പോ കിഡ്നി ഒന്നും കൊടുക്കണ്ടേ. ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരാൾ ആവേശത്തിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സംഭവം തോന്നി. എൻ്റെ ഒരു കണ്ണ്, എൻ്റെ ഒരു കയ്യ്, എൻ്റെ ഒരു കാല്, എൻ്റെ ഒരു കിഡ്നി ഒക്കെ ഞാൻ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, അല്ലാതെ കൊടുക്കാൻ പറ്റില്ലേ? കൊടുത്തിരിക്കും. ചേട്ടാ കൊടുക്കാൻ പറ്റില്ലെന്ന്. കൊടുത്തിരിക്കും. ചേട്ടൻ കാര്യം, നാളെ വീട്ടിൽ പോയിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ നാരായണന്റെ വീടില്ലേ അവിടെ ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുട്ടുസൂചി കൊണ്ട് അവിടെ കൊടുക്ക്. ഇവിടെ തിരിച്ചു വരുമ്പോ നെഞ്ചത്ത് പനി ഉണ്ടോന്ന് നോക്ക്. എന്നിട്ട് പിറ്റേ ദിവസം കാർത്തിയാന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചക്കക്കുരു കൊണ്ടു കൊടുക്കും വീട്ടിൽ നിന്ന്. എന്നിട്ട് വല്ല ഹാർട്ട് അറ്റാക്കും വരണ്ടോന്ന് നോക്ക്. എന്നിട്ട് പോരെ കൈയും കാലും കിഡ്നിയൊക്കെ കൊടുക്കരി. ഇത് ഈ പറച്ചില് മാത്രമുള്ള. ആദ്യം നീ കിഡ്നിയും കൈയും കാലും കൊടുക്കും, വല്ല ചക്കക്കുരു കൊടുക്കണ ആദ്യം. അത് കഴിഞ്ഞു. അപ്പൊ ജീവിതത്തിൽ നമ്മൾ വിചാരം വലിയത് കൊടുക്കുമ്പോഴേ കൊടുക്കലുണ്ട്. വേണ്ട, നമ്മളും മനസ്സറിഞ്ഞൊരു മനുഷ്യന് ഒരു പുഞ്ചിരിയെങ്കിലും കൊടുത്തൂടെ, ഒരു നല്ല വാക്ക് കൊടുത്തൂടെ. മനുഷ്യന് ആവശ്യതാണ്. ഇപ്പൊ ഈ കോമഡി ഷോയില് മനുഷ്യന് അവന്റെ ഹൃദയത്തിലേക്കാണ് കേറണങ്ങട്. അവനാ കരഞ്ഞിരിക്കുന്ന സമയത്ത് ഷാജി വന്നിട്ടൊരു സംഭവം ഇങ്ങനെ കൊടയോട് കൂടിയിട്ട് ആൾക്കാർ അവന്റെ ആ ഷാജിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല് അത് അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കി. അത്ര വേണ്ടു. നമ്മള് വലിയ പ്രധാനമന്ത്രി ആവാനൊന്നും പോകേണ്ട ആവശ്യമില്ലേ. ഒരു കാര്യമില്ല. നമ്മള് ജീവിതത്തില് യഥാർത്ഥ മനുഷ്യനെ പോലെ പെരുമാറുക. നമ്മൾ എന്താണോ അത് പറയാം. ഞാൻ പറയാറുണ്ട്, നിങ്ങളെ മുമ്പിൽ ഇപ്പൊ ഞാൻ ഈ ഇതിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആലോചിക്കും, അച്ഛനെ കുറിച്ച് എന്താ ആൾക്കാർ ചിന്തിക്കുക. ഞാൻ എന്തിനാ അവരൊക്കെ ഞാൻ ചിന്തിക്കണത്? എന്നെ കുറിച്ച് അവർ ചിന്തിക്കുക ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതിൽ പറഞ്ഞുള്ളത്, നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ നിന്നോട് പറയാന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെ ഇംപ്രസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതായത് നമ്മൾ മറ്റുള്ളവർ ഇംപ്രസ് ചെയ്യണത് അത് അവരുടെ ഉള്ളിൽ തട്ടണത്. എന്താ പറയണോ? അച്ഛൻ പൊളിച്ചോണ്ടിരിക്കല്ലേ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. തകർത്തോണ്ടിരിക്കല്ലേ അച്ഛൻ.
അച്ഛനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് വരിക. അച്ഛാ ട്രിക്ക് പറഞ്ഞു തരാമോ? ഈ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ കള്ളോടിയന്മാർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. കാനായിലെ വെള്ളം എങ്ങനെയാണ് വീഞ്ഞാക്കിയത്? എന്നോടൊരു ചേട്ടൻ പറഞ്ഞു, എന്റെ ജീവിതത്തില് ബൈബിളില് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം അതാണ്. കാരണം കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത്. ഞാൻ പറഞ്ഞു, ചേട്ടാ വേറെ എത്ര ഭാഗങ്ങളുണ്ട്, എനിക്കതല്ല. കാരണം അയാൾ പറഞ്ഞു, എത്ര പ്രാവശ്യം മറക്കാൻ ആഗ്രഹിച്ചിട്ടും മറക്കാൻ പറ്റണില്ല. ഏത് ആ 6 കൽഭരണിയിൽ ഇങ്ങനെ വീഞ്ഞ് ഇങ്ങനെ നിർത്തളയത് ഇങ്ങനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അവരിത് എങ്ങനെ കുടിച്ചു തീർത്തേന്ന് ഓർത്തിട്ട വിഷമെന്ന്. അപ്പോ മനുഷ്യരുണ്ടല്ല, ഈ നമ്മുടെ ആൾക്കാർ കുടിക്കുന്നത് ചാവാനാ പലപ്പോഴും. മറ്റുള്ളവരൊക്കെ വല്ലവർക്ക് കുടിക്കുന്നുണ്ടെന്ന് വരികില്ലേ, അവരൊന്നും ചാവാൻ വേണ്ടി കുടിക്കുന്നില്ല. പക്ഷെ നമ്മളുടെ ഇടയിൽ ഇപ്പൊ എന്താന്ന് വെച്ചാൽ കുടിച്ച് ചാവണ് മനുഷ്യര്. വീഞ്ഞാക്കിയതല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വിഷമമുണ്ടല്ല, അത് അവിടെയും സന്തോഷമാണ് കൊടുത്തത്. അതായത് നമ്മുടെ സബ്ജക്റ്റ്. പ്രത്യേകിച്ച് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ എത്ര മനുഷ്യരാണെന്നറിയോ സന്തോഷത്തിലേക്ക് തിരിച്ചു വരുന്നത്. ധാരാളം പേര് ലിവർ കിട്ടുന്നു, കിഡ്നി കിട്ടുന്നു, ഹാർട്ട് കിട്ടുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് എന്ത് സന്തോഷം. ഭയങ്കര ഒരു പൂരാണ്. തൃശ്ശൂർ എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ പൂരെന്ന് പറയണ്ടേ, അതായത് വെട്ടിക്കെട്ട് പൊട്ടണ പോലെയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ അവന്റെ ബന്ധുക്കള് പറയണേ കൊണ്ടുപോയി കൊടുക്ക മനുഷ്യർക്ക് എന്ന് പറയുമ്പോ, കിഡ്നി കിട്ടിയവന് സന്തോഷം, കരൾ കിട്ടിയവന് സന്തോഷം, ഹാർട്ട് കിട്ടിയവന് സന്തോഷം, അത് ആംബുലൻസിൽ കൊണ്ടുപോയ ആൾക്ക് സന്തോഷം, വാർത്ത വായിക്കുന്നവർക്ക് സന്തോഷം, ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് സന്തോഷം. സംഭവം എങ്ങനെയുണ്ട്? അത് പേപ്പറിൽ വായിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷം. അതായത് ഇപ്പൊ പറയുന്നത് തനിക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. അതന്നെ സംഭവം. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തില് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് ദൈവം തന്നിട്ടുള്ളത് നമുക്ക് തന്നെ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? നമുക്ക് തന്നിട്ടുള്ളതൊക്കെ 2 വീതം, 2 കണ്ണ്. ഒരെണ്ണം നിനക്ക് നിന്റെ കാര്യം കാണാൻ, മറ്റേ കണ്ണ് വേറെ ആളെ കാണാനും അവന്റെ കാര്യം കാണാനും. അതായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കണേന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് 2 ചെവിയുണ്ട്. ഒരു ചെവി നിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ, മറ്റേ ചെവി വേറെ ആളുടെ സങ്കടങ്ങൾ കേൾക്കാനാ. 2 കൈയുണ്ട്. ഒരെണ്ണം നീ തിന്നോ, മറ്റേ കൈ ഇങ്ങനെ വാരി കൊടുക്കാനാ. 2 കാലുണ്ട്. 2 കാല്, ഒരു കാല് നീ ആവശ്യമുള്ളടത്തേക്ക് വെക്കോ, പക്ഷെ മറ്റേ കാലം കൊണ്ട് ഞൊണ്ടി പോണ്ട. മറ്റേ കാലം ഉപയോഗിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകണം. അപ്പൊ പറഞ്ഞു വരുമ്പോ നിങ്ങൾ ആലോചിക്കുക അവസാനം കിഡ്നിയിലേക്ക് വരുന്നു അല്ല. അതായത് 2 കിഡ്നി ഉണ്ട്, അതിലൊരെണ്ണം. ഇതൊന്നും ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ ജീവിതം പകുതി ഈ ലോകത്തിൽ കൊടുക്കണം. മുഴുവൻ മാറ്റി വെച്ചാൽ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഈ ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ കാണുകയും കേൾക്കുകയും ചെയ്യും മാത്രമല്ല, ഒരു ബോധ്യം ഉണ്ടാവണം, സന്തോഷിക്കണം. കുറച്ച് നാളുള്ള ഈ ലൈഫ്, അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഈ ഷോ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ചെന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചേട്ടൻ എന്താ വേണ്ടെന്ന് ചോദിക്കുക. പക്ഷെ മറ്റേതടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ വേണ്ടേ, അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ആ ചേട്ടന്റെ ജീവിതത്തിലെ വിഷമതകൾ പരിഹരിക്കാൻ സാധിച്ചാൽ ഈ ഷോ കഴിയുമ്പോ കേരളത്തിലെ മാറ്റം വരുന്നത് എന്താ വരില്ലേ? ഒരു സംശയമില്ല. വരണം. അങ്ങനെ ഈ ഫ്ലവർ ചാനലിന്റെ കോമഡി ഷോ ചിരിക്കലും മാത്രല്ല, പിന്നെ എന്താണ്, ചിന്തിപ്പിക്കലും മാറ്റങ്ങളും ഉണ്ടാക്കണം. കറക്റ്റ്. അങ്ങനെ സമൂഹത്തിലെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഈ ഹാപ്പി നോട്ടില് നമ്മുടെ ഓർക്കസ്ട്ര ടീമാണത് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അച്ഛൻ വരുന്ന സന്തോഷത്തിൽ എല്ലാവരും വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് സമാധാനത്തിന്റെ ദൈവമേ അന്ന് വെള്ളരിപ്രാവുകൾക്കൊരു നമസ്കാരം. അപ്പൊ വെള്ളരിപ്രാവുകൾക്ക് എല്ലാരും ഇവിടെ വന്നിട്ട് കൊടുക്കാറുള്ള ഒരു പാട്ടാണ്. അതെ അതെ, പാടുകല്ലേ? പിന്നെ ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴിത്തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴിത്തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ ഇഴി തുറക്കൂ.
പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴയിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമെതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഈ പാട്ട് തന്നെ തെരഞ്ഞെടുത്ത് പാടാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? സുഖാണല്ലോ മനുഷ്യനാവശ്യം. ലോകം മുഴുവൻ സുഖം പകരാനാണ് ഞാൻ ഡേവിസ് ചെർമലച്ചൻ ജനിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും നോക്കാതെ എല്ലാ മനുഷ്യർക്കും സുഖം കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയണം. തീർച്ചയായും. അതൊരു ഭയങ്കര അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ജീവിതമായിരിക്കുമല്ലോ ഫാദർ. അതെ അതെ അതെ. അതിൻ്റെ ഇടയിൽ ഈ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? സിനിമകളൊക്കെ മിക്കതും തിയേറ്ററിലൊന്നും പോയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും TV ചാനലിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചാനലിൽ വരും. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ത്രെഡൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാണ് മലയാള സിനിമ? എന്റെ ദൈവമേ, എന്റെ അടുത്ത് നിൽക്കുന്ന ആളായിക്കോട്ടെ അല്ലേ, കുഴപ്പമില്ലല്ലോ. എന്റെ അമ്മോട് പറഞ്ഞിട്ടില്ല. അല്ല, അപ്പൊ ഒരു കാലത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം പറയും, എന്നോട് പണ്ട് ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, കുറെ കാലങ്ങൾ കഴിയുമ്പോ പറയും. അപ്പൊ ചിലപ്പോ ഈ വാക്ക് ചിലപ്പോ സംഭവമായാലോ. അപ്പൊ സംഭവിക്കുക. അതായത് ഇപ്പോഴല്ല, എന്തെങ്കിലും നടനം ഇല്ലാത്ത നടനെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അഭിനയം ഇഷ്ടപ്പെട്ടത്. അതെ, അല്ല അങ്ങനെ പറഞ്ഞു നന്നായി. അല്ല പറഞ്ഞോണ്ട് ചോദിച്ചതാ. അതായത് റിയൽ ആയിട്ടുള്ള റിയൽ ആക്ട്. എങ്ങനെ, ഒരു സംശയമില്ല. അങ്ങനെ ഓർക്കസ്ട്രക്കാരെ മാറ്റി പുതിയ ആളുകളെ എടുക്കുന്നതായിട്ട് അവരുടെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിൽ തബല ഞങ്ങളുടെ സ്ഥിരമായിരിക്കും. മറ്റേ ഗിറ്റാറും വയലിനും മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. വയലിൻ മാറിക്കഴിഞ്ഞു. ഞങ്ങളും പറയാറുണ്ട് നല്ല നടനാന്നുള്ളത്. ആണോ? പിന്നെ അപ്പോ ഗിറ്റാർ ഇല്ല, വയലിൻ മാത്രം. നീ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാല്. നിന്റെ വഴി, നീ എന്റെ വഴി, നീ എന്റെ വഴി. ഞാൻ അച്ഛന്റെ പുറകെ തന്നെ വരും. നീ എന്താ എന്റെ പുറകെ കൊടുക്കണേ? എനിക്ക് നിങ്ങൾ എന്തെങ്കിലും നോക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും സംശയമല്ലേ? എന്നാ സംശയം? നിന്റെ സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. അതന്നെ എനിക്ക് കുഴപ്പം. അച്ഛൻ അന്വേഷിച്ച് നടക്കുക ഞങ്ങള്. എന്താ പ്രശ്നം? ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ ഇവളുമായിട്ട് ഒന്നിച്ച് പോകില്ല. ഇന്നത്തെ പ്രശ്നം എന്താ? ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് പോകില്ല. വഴക്കാണ്. ഞങ്ങൾ ശരിയാവൂല. ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടായി? ഇന്നൊരു സാരിയുടെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. ഒരു സാരിയുടെ പേരിലുള്ള പ്രശ്നം. ഒരു സാരി വാങ്ങിച്ചു കൊടുത്താൽ അവസാനിച്ചു, അത്രേ ഉള്ളൂ. സാരി വാങ്ങിച്ചു കൊടുക്കണ കേസല്ല, സാരി കഴുകാത്തതിന്റെ പേരില്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാ.
ആ എനിക്ക് പറ്റത്തില്ല അവളെ സാരിയൊക്കെ കഴുകാൻ. അയ്യോ ആൾക്കാർ മുഴുവൻ കാണും. അത് ചെയ്യേണ്ട കാര്യമില്ല. ഏ? അത് അത് ചെയ്യേണ്ട ശരിയായ കാര്യം- നടപടിയാണോ? അല്ല. ഞങ്ങൾ ഒന്നിച്ച് പോകൂല അച്ഛാ, ഒന്നിച്ച് പോകൂല. അതായത് വിവാഹം സ്വർഗത്തിൽ നടക്കും. നടക്കുന്നു നല്ലല്ലോ പറയണ്ടേ, പിന്നെന്താ സംഭവിച്ചു എന്നല്ല പറയണ്ടേ. സംഭവിച്ചു? ആ ഈ അപകടങ്ങളൊക്കെ പറയുമ്പോൾ അപകടങ്ങൾ സംഭവിച്ചു എന്നല്ല നമ്മൾ സാധാരണ പറഞ്ഞു. അല്ല നടക്കുന്നു എന്ന് ആരും പറയാറില്ലല്ലോ. ആണോ? പറയാറില്ലല്ലോ. അച്ഛോ കല്യാണം കഴിഞ്ഞപ്പോ ഇവർക്ക് ശ്രീധരൻ തരാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അടുക്കള കാണാൻ വരുമ്പോ അടുത്ത ശ്രീധരൻ തരാൻ ഇവർ തന്നിട്ടില്ല. അടുക്കള കണ്ടതിന്റെ വിശേഷം ഒന്നും അച്ചായൻ പറയണ്ട. അതിനാ എനിക്ക് അടുക്കള ഇല്ലേ? അടുക്കള മാത്രമേ ഉള്ളൂ. ആ ഒറ്റമുറി അടുക്കളയിൽ എന്തൊക്കെയാ ഉള്ളത്? 14 പേരുണ്ട്, 2 TV ഉണ്ട്, ഒരു കട്ടിലുണ്ട്, ഒടിഞ്ഞു വരായ ഒരു വെല്ലുമ്മയുണ്ട്. ഓടാത്തര ഒരു തയ്യൽ മെഷീൻ ഉണ്ടെന്ന് ഇവിടെ അതിന്റെ പറയുന്നത്. ഒരു കുറവും കൂടി ഉള്ളൂ. എന്നതായാലും ഒരു കാര്യം ഞാൻ പറയാട്ടോ, നല്ല ഒന്നാം തരം ഒരു മേൽക്കൂരയുണ്ട്. മേൽക്കൂരയുടെ വിശേഷം ഒന്നും പറയണ്ട അച്ഛാ. സൂര്യപ്രകാശം അടിച്ചാൽ ചില്ലറ പൈസ വീണ് കിടക്കുന്നല്ലോ പെരക്കകത്ത് സൂര്യപ്രകാശം വന്ന് വീഴുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛാ, ഞാൻ ഇങ്ങേരുടെ അമ്മയുണ്ടല്ലോ കൈവെള്ളയില കൊണ്ട് കിടക്കുന്നത്. അത് നേരെ. കൈവെള്ളം കൊണ്ടു കൊടുക്കണേ. അത് സത്യം. കറക്റ്റാ. കാരണം എലിക്കുഞ്ഞു പോലെ ഓടി കിടന്നാണ് എന്റെ അമ്മ. ഇവള് വലതുകാലി വെച്ചങ്ങ് കേറുവോ വാർത്തട വെട്ടിയിട്ട പോലെ മലന്നടിച്ചങ്ങ് വീണു. പിന്നെ ഇവളല്ല പിന്നെ ആര് കൈവെള്ളം കൊണ്ടുവരും? പറ അച്ഛൻ പറ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛാ, ഈ മനുഷ്യൻ എന്റെ ജീവനാ. അച്ചായൻ എന്റെ ജീവനാ. ജീവനാ കണ്ടോ? ജീവനാന്ന്. അതെ അതെ. ആരെങ്ങനെയൊക്കെ പറയാ? ഇവിടെ എന്റെ ജീവനില്ല നോട്ടം തട്ടാൻ വേണ്ടിയാ. അതുള്ള പരിപാടി അല്ലാതെ ജീവൻ എന്നല്ല പറഞ്ഞല്ലേ, തട്ടാനുള്ള അച്ഛനൊന്ന് പരിപാടിയാ. കേക്കണം. രാവിലെ എഴുന്നേറ്റാണ്ടല്ലോ 24 മണിക്കൂറും ഞങ്ങളുടെ കല്യാണ സീഡ് റിവൈൻഡ് ചെയ്ത് കാണല പണി. കേക്ക് കേട്ടോ, എപ്പോഴും അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരിക്കണത് കല്യാണ സീഡി. കണ്ടുകൊണ്ടിരിക്കാനല്ല, പിന്നെ ഞാൻ ഈ വെള്ളം കൊണ്ട് കൊടുത്ത് വെള്ള ഷർട്ടൊക്കെ എടുത്ത് കാറേന്ന് ഇറങ്ങി നേരെ വെള്ളം അടുത്ത് നിന്ന് മിന്നു കെട്ടി അവിടെ അങ്ങ് നിർത്തും, വന്ന് റിവൈൻഡ് അടിക്കും. ഈ മിന്നും മറിച്ചോണ്ട് ഇങ്ങനെ ഓടി കാറയിലേക്ക് എന്നാ കയറും. അവ എനിക്ക് കാണുമ്പോ എന്താ സന്തോഷം എന്നറിയോ, എല്ലാ സുഖം എന്നറിയോ കാണാൻ തരാം. അച്ഛനൊന്ന് കേൾക്കണം. കല്യാണത്തിന് അന്ന് എന്നോട് ഈ മനുഷ്യൻ പറഞ്ഞതാ ഇനി കള്ളു കുടിക്കുകയല്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളെന്നാ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ 365 ദിവസം 4 കാലയില അച്ഛാ വരുന്നത്. അതെങ്ങനെ സുഹൃത്തിന്റെ ബർത്ത്ഡേ അന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞില്ലേ? അച്ഛാ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു 365 പേര് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എല്ലാ ദിവസവും ഓരോ ദിവസം ബർത്ത്ഡേ ഉണ്ട്. ഞാൻ ആ ബർത്ത്ഡേ കള്ളു കുടിക്കുമെന്ന് പറഞ്ഞോളൂ. അല്ല ഈ 365 പേരും ഒറ്റ ദിവസം ജനിച്ചെങ്കിൽ ഒരു ദിവസമല്ലേ കള്ളു കുടി നടക്കുള്ളൂ. ഇങ്ങനെ കള്ളു കുടിക്കുന്ന കാരണം ഒരു ജോലിക്കും പോയില്ലല്ലോ എന്ന് ഞാൻ കരുതി എന്റെ കയ്യിലിരുന്ന സ്വർണവും പണവും എല്ലാം വിറ്റ് ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. അതും ഒരു പെട്ടി ഓട്ടോ. ആപ്പേ എപ്പയല്ല ആപ്പേ. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്തെന്നറിയാവോ? ആ ആപ്പയില് എന്റെ പേര് എഴുതി വെച്ചു. കണ്ടോ, അത് സ്നേഹം കൊണ്ടല്ലേ? സ്നേഹം കൊണ്ടൊന്നും അല്ല. എങ്ങനെ എഴുതി വെച്ചാന്ന് കൂടെ അച്ഛൻ ചോദിക്കും. ഇവളുടെ പേര് ത്രേസ്യ, ഇവളുടെ വീട് കൂത്താട്ടുകുളം. ഓക്കെ, കൂത്താട്ടുകുളം ത്രേസ്യ എന്ന് ഞാൻ ഫ്രണ്ടിൽ എഴുതി. നല്ല കാര്യല്ലേ? എഴുതി. ബാക്കിയില് വാടകയ്ക്കും ഇങ്ങനെ എഴുതി വെച്ചു. അത് പോരാഞ്ഞിട്ട് എന്റെ മൊബൈൽ നമ്പർ എഴുതി വെച്ചു. എനിക്കാണെങ്കിൽ എപ്പോഴും കോള, രാത്രിയിലൊക്കെ കോളോട് കോള. ഞാൻ ഇവിടെ സൂക്ഷിച്ചു പോയല്ല. അത് ശരിയാവൂല, ശരിയാവൂല. എനിക്ക് വേണ്ട അച്ഛാ. അതെ ശരിയാവൂല. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് അതൊക്കെ ആലോചിക്കണ്ടേ? മക്കളെന്ന് പറഞ്ഞാൽ നോഹയുടെ പട്ടണത്തിക്കാരുള്ള പിള്ളേരുണ്ട്. അതെ, ഒന്ന് ആലോചിക്ക്. ഇതിങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല. അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി, എന്തൊരു തേജസ്സാ. അത് നേരാട്ടോ അച്ഛാ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. നീ രാത്രിക്ക് ഉറങ്ങിക്കഴിഞ്ഞ് ഇടയ്ക്ക് വെളുക്കാപ്പുറത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോ ഇവളുടെ മുഖത്ത് ഒരു ദിവ്യപ്രകാശം കാണാം. ശരിയാ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ അച്ഛാ? ഈ മനുഷ്യൻ പാതിരാത്രിക്ക് ഉറങ്ങി കഴിഞ്ഞതാ ഇങ്ങനെ ഈ മൊബൈൽ എന്റെ കയ്യിൽ കിട്ടുന്നത്. ഇതിനകത്ത് ഞാൻ നോക്കുന്നത് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ആരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്നാ. ഇതൊക്കെ നോക്കുമ്പോ ഈ മൊബൈലിന്റെ വെട്ടം എന്റെ മുഖത്ത് വരും. അന്നേരം ഇതിയാന് തോന്നും സൂര്യപ്രകാശമാ സൂര്യപ്രഭയാന്നൊക്കെ. ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ? അത് ശരി. അപ്പൊ എന്റെ മൊബൈൽ എടുത്തുള്ള കളി തുടങ്ങിയല്ലേ? ഞാൻ നോക്കും. അച്ഛാ ലോകത്തിന്റെ ഭാര്യ തിരിഞ്ഞൊക്കെ ഉപ്പ് തൂണായില്ലേ? അതുപോലെ ഒന്ന് ആക്കാൻ പറ്റുമോ? അയ്യോ നടക്കില്ല. എന്റെ പൊന്നെ എനിക്ക് വേണ്ട. ശരിയാവൂല. എന്റെ പകുതി പിള്ളേർ ഞാൻ ഒന്നിനെ വേണം, നിങ്ങൾ കൊണ്ടുപോകും. അതെ, പങ്കുവയ്ക്കാൻ വരട്ടെ. ഇതിനൊരു പരിഹാരം നമ്മളിപ്പോ കണ്ടെത്താൻ പോവാണ്. ഓക്കെ, പലഹാരല്ല, പരിഹാരം. ഈ ടിഷ്യൂ പേപ്പർ തരികണം തനിക്ക്. ഇതങ്ങ് പിടിച്ചേ, ഇതങ്ങ് പിടിച്ചു. ഇതൊന്ന് നിവർത്തണം. നിങ്ങളുടെ ഈ കെട്ട് ഒന്ന് നിവർത്തണല്ലോ. നിങ്ങളുടെ ഈ കെട്ട് പണിഞ്ഞു കിടക്കുന്ന ലൈഫ് ഒന്ന് നിവർത്തണം. ഒരു ഉദാഹരണമാണ്. ഇതൊന്ന് മടക്കി വെച്ചത് താനൊന്ന് നിവർത്തണം. ഒന്ന് നിവർത്തിയാൻ കൈ തൊടല്ലേ, നിവർത്ത്. അയ്യോ ഇതെങ്ങനെ പറ്റും? അതാ പറ്റില്ല. ഇത് നിവർത്തണമെങ്കില് വേറൊരു കൈ വേണം. വേറൊരു കൈ വേണം. ഒന്ന് നിവർത്തിയാൻ. അപ്പോ ഒരു കൈ കൊണ്ട് ഇത് നിവർത്താൻ പറ്റില്ല, 2 കൈ വേണം. അപ്പൊ തനിക്ക് ജീവിതത്തില് ഒരു കൈ കൊണ്ട് നിവർത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണോ, 2 കൈ കൊണ്ട് നിവർത്തണോ? ഇനി നിവൃത്തി കണ്ട് പിടിച്ചേ. അവൾ പിടിക്കട്ടെ, ഒരു കൈ കൊണ്ട് പിടിക്കുക. അതൊന്ന് മടക്കാൻ പറ്റില്ല. അപ്പൊ മടക്കലും നിവർത്തലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ 2 പേരും കൂടി ഒന്ന് മടക്കി. ഓക്കെ, അത് 2 പേരും കൈ പിടിച്ച്. ഇനി കല്യാണ CD ഒരിക്കലും റിവേഴ്സ് ഓടിക്കരുത്
കേട്ടാ മുന്നോട്ട് അങ്ങോട്ട് പോട്ടെ. ആ തല്ലി പൊട്ടിച്ചു കളയാൻ ആ തല്ലി പിടിച്ചാൽ ഓക്കെ ശരി പൊക്കോട്ടെ അച്ഛാ. താങ്ക് യു ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു തിരുകഥ വിജയത്തിൻ പൊൻപൊടികുറിയണിയുന്നു. ഫോദർ, നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് 2 എന്ന പരിപാടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്ന സ്കിറ്റുകളാണ്. ഒരു മനോഹരമായ സ്കിറ്റ് ഫാദറിന് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഗസ്റ്റ് സീറ്റിൽ പോയിരുന്നിട്ട് ആ സ്കിറ്റ് ഒന്ന് കണ്ടാലോ? നന്നാവില്ല? താങ്ക് യു താങ്ക് യു. മഴക്കാലം വന്നതോടെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികളുടെ തിരക്കായി. ഡെങ്കിപ്പനിയും മങ്കിപ്പനിയും തക്കാളിപ്പനിയും പൊക്കാളിപ്പനിയും എന്നു വേണ്ട സകലമാന രോഗങ്ങൾക്കും കേരളം വിളനിലമായി. ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ ചിരിപ്പനിയുമായി നമുക്കുമൊന്ന് പോയാലോ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക്? ഹലോ, ആ അതെ അതെ, കുപ്പിയോ? ആ ഓപ്പി എന്ന് തുടങ്ങിയില്ലടാപ്പ. ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത പേഷ്യന്റോ? അയ്യോ, പുള്ളിക്കാരൻ രക്ഷപ്പെട്ടില്ല. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കൊണ്ട് കിടത്തിരിക്കുക പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. ഓപ്പറേഷൻ ചെയ്തിട്ടും രക്ഷപ്പെടാത്ത രോഗിയൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് രക്ഷപ്പെടുത്തില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി ശരി. ഡോക്ടറെ, എന്താ ഡോക്ടർ? ഡോക്ടർ നല്ല നിങ്ങൾ എന്തി കാണിച്ചോണ്ട് വെച്ചേക്കുന്നേ? ഇത് ബുൾഗാൻ, മനസ്സിലായില്ലേ? ഈ സിനിമയിലും നാടകത്തിലും ഒക്കെ ഡോക്ടർമാർക്കൊക്കെ ബുൾഗാൻ ഉണ്ടാവും. ഈ ബുൾഗാൻ ഉണ്ടെങ്കിൽ ഡോക്ടർമാർക്കൊക്കെ ഒരു ഗെറ്റപ്പും സെറ്റപ്പും ഒക്കെ കിട്ടത്തുള്ളൂ. ആ ബൈ ദ വൈ, മോളി സിസ്റ്ററെ ഒന്നും കൂടെ വന്നു. സിസ്റ്റർ ഇന്നലത്തേക്കാളും സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇന്നലെ ഞാൻ മേടിച്ചെന്ന ചുരിദാർ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഡോക്ടർ പോലെ തന്നെ. എങ്ങനെ? ശകലം ലൂസായിരുന്നു. ആക്കിയതാണല്ലേ കൊച്ചു കള്ളി. എന്താ കാണിക്കുന്നേ? എന്ത് കൊച്ചു കള്ളി? കമ്പോളർ ചന്ദ്രൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിന് ഇങ്ങനെ വെറുതെ കരിവാരി തേക്കരുത്. എന്റെ സാറേ, ഒന്നുമില്ലെങ്കിൽ ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കാൻ പ്രസിഡന്റ്? എടാ, ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ്. നിന്നോട് ഞാൻ കുറെ നാളായിട്ട് പറഞ്ഞിട്ടില്ലേ, ആ മോഹൻലാലിന് എങ്ങനെയെങ്കിലും നേരിട്ട് പോയി കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന് മുറ്റത്തെ പാർക്കിംഗ് ഏരിയയിൽ ടൈൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപയെങ്കിലും സംഭാവന മേടിച്ചോണ്ട് വരണമെന്ന്. എടാ നീ കേട്ടാ? മോഹൻലാൽ ഇരിക്കുന്ന 10 ലക്ഷത്തിന്റെ ചെക്ക് അത് മേടിച്ചാ പോരെ? അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. 10 ലക്ഷത്തിന് ചെക്ക് കിട്ടിയോ? എന്റെ പൊന്നേ, 10 ലക്ഷത്തിന്റെ ചെക്ക് തന്നില്ല എന്ന് പറയരുത്. അല്ല, എന്റെ പൊന്ന് മോളി സിസ്റ്റർ, ഇത് കണ്ടാ? അവൻ പറയണ കേട്ടാ? അവന്റെ മുഖത്തോട്ടം നോക്കി. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണെന്ന് പ്രത്യേകം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് മാത്രമാണോ? അവൻ ചില സമയത്ത് മോഹൻലാലിനെ അനുകരിക്കുന്ന കണ്ടിട്ടുണ്ടോ? കറക്റ്റ് മോഹൻലാലാ. ചില സമയത്ത് മമ്മൂട്ടിനെ കാണിക്കുന്ന കണ്ടാലോ? അപ്പോഴും മോഹൻലാൽ. 10 ലക്ഷം രൂപയുടെ ചെക്ക്, അത് മോഹൻലാലിന്റെ സ്വന്തം കൈപ്പടേ. ഇതിനകത്ത് മോഹൻലാലിന്റെ ഒപ്പ് മാത്രം ആരാടാ കീറിക്കൊണ്ട് പോയത്? അത് ഞാൻ വെട്ടി ഓട്ടോഗ്രാഫിലിട്ടു. എന്ത് കാര്യത്തിന്? മോഹൻലാലിന്റെ ഒപ്പല്ലേ, അങ്ങനെ നിസ്സാരമാക്കി കളയാൻ പറ്റുമോ? മഹാഭാവി, 10 ലക്ഷം രൂപയുടെ ചെക്കിന്നാണോടാ മോഹൻലാലിന്റെ ഒപ്പ് കീറി വെട്ടി ഓട്ടോഗ്രാഫിൽ പിശാസിനെ കൊണ്ടൊക്കെ മടുക്കല്ല ദൈവം. നമസ്കാരം. അപസ്മാരോ? അല്ലല്ല, നമസ്കാരം. നമസ്കാരം നമസ്കാരം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അല്ലല്ലേ, എന്നെ കണ്ടപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട്? താങ്കളെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവാൻ? സോറി, ചിലപ്പോ ഇങ്ങനെ കണ്ടിട്ടായിരിക്കും. പ്രശ്നമില്ല, അയച്ചിടാം. ഇങ്ങനെയാണ് നടക്കണത് സാധാരണ. ഓഹോ, അങ്ങനെ. ക്ഷമിക്കണം കേട്ടോ. അല്ല, ഞാൻ കണ്ണീട്ട് കുത്തിയില്ലേ? ഞാനിപ്പോ കണ്ണീട്ട് കുത്തിയ പോലെ എനിക്ക് തോന്നി. തോന്നൽ, ഡിപ്രഷൻ. തോന്നി. വീട്ടില് എല്ലാവർക്കും ഭ്രാന്താണ്. എല്ലാവർക്കും ഭ്രാന്താണ്. അച്ഛന് ഭ്രാന്ത്, അമ്മക്ക് ഭ്രാന്ത്, ചേട്ടന് ഭ്രാന്ത്. അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പൊന്നെ, തരാൻ ചേട്ടാ. എന്ത്?
10,000 രൂപ കടം ആ ഇവനായിരിക്കും. ഇവൻ 10,000 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ മേടിച്ചെന്നല്ല, എനിക്ക് തരാന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു കാര്യം പറയാൻ ഞാൻ ചോദിച്ചില്ല ഭായി. ചവിട്ടണെതിരാണ് എനിക്ക് അങ്ങനെ തോന്നണ എന്താന്നറിയാൻ പാടില്ല. എനിക്ക് ഡിപ്രഷൻ തോന്നൽ. വെള്ളപ്പാറ്റ ഞാൻ 2 കെട്ടിയതാ, ഒരു പിള്ളേരും ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള ഇപ്പൊ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 5ാം നിലയുടെ മേളിൽ നിൽക്കായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരനോടി വന്ന് പറഞ്ഞു, ജോസഫേ നിന്റെ മകൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയടാ. എന്റെ മകള് പോയിട്ട് ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ സാറേ? ഞാൻ നേരെ 5ാം നിലയുടെ പൊക്കത്ത് നിന്ന് ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. താഴേക്ക് ചാടി എന്നിട്ട് 4ാം നിലയുടെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നേരെ 3ാം നിലയുടെ അവിടെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് മകളില്ലല്ലോ. മകളില്ല പൂവെന്ന് പറഞ്ഞ് താഴോട്ട് പോരുകയല്ലേ, ഇതെന്ന് പതക്കോ എന്ന് പറഞ്ഞ് താഴെ വന്ന് വീണു. അപ്പോഴല്ലേ എനിക്ക് സത്യം പിടികിട്ടണം. എന്തെന്ന് ഞാൻ ജോസഫല്ല തങ്കപ്പനെ. ഞാനെന്തിനാണ് എടുത്ത് ഇപ്പൊ ശരിയാക്കി തരാം. അതെ, ഇതിനൊരു ചെറിയ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ജോസഫേ, തന്റെ മകൾ ദിപ്പ വേറൊരുത്തിന്റെ ഒളിച്ചോടി പോയി. ഇവിടെ 5ാം നില, എനിക്കിപ്പോ അവിടുന്ന് ചാടി ചാകണം. ഇഞ്ചക്ഷൻ സിറിഞ്ചും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തോണ്ട് വാ. ആ കോസ്മോസിന് 2 ബോട്ടിൽ എടുത്തോ. അല്ല ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട. പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല, ഈ മരുന്നിന്റെ പേരാണ് പറഞ്ഞ കോസ്മോസ്. മരുന്നിന്റെ പേരാണ്. ഒന്ന് മാറി ആ കൊച്ചിന് കാറ്റ് കൊള്ളട്ടെ പ്ലീസ്, ഞാൻ നോക്കിക്കോട്ടെ. ശരി നോക്ക്. എന്റെ പൊന്നെ സമ്മതിക്കില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ അച്ഛൻ്റെ പിന്നെ കൊച്ചിന്റെ ടൈം നോക്കണം. എന്തിനാ? കൊച്ചിന്റെ ടൈം അല്ല, പൾസ് നോക്കിയതാണ്. പൾസ് നോക്കിയതാണോ? എന്റെ പൊന്നെ, ഇയാൾ വലിയ ശല്യമാണല്ലോ. ഒന്ന് മാറി നിൽക്കാവോ? കൺഗ്രാചുലേഷൻസ്. എന്താണ്? താങ്കൾ ഒരു അച്ഛനായിരിക്കുന്നു. ഞാൻ 2 പിള്ളേരുടെ അച്ഛനാണ്. 3ാമത് ഒരു കുട്ടിയുടെ കൂടി അച്ഛനായിരിക്കുന്നു. കുട്ടി പ്രഗ്നന്റ് ആണ്. ഇതെന്റെ ഭാര്യയല്ലേ ഇത്? പിന്നെ ഇത് വഴി തലയിറങ്ങി പെണ്ണെ എടുത്തുകൊണ്ട് വന്നേ സാറേ. ഞാൻ ആർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ സഹായിക്കും. പിന്നെ വഴി തലയിറങ്ങി എടുക്കായിരുന്നു, അപ്പൊ എടുത്തിട്ട് വന്നാ. നമ്മളെല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണുന്ന ആളാ. അങ്ങനെ അതെ. അപ്പൊ എന്തായാലും നോക്കിയിട്ട് ബോധം വീഴുമ്പോഴത്തേക്ക് കുട്ടിയുടെ വീട് എവിടെയെന്നൊക്കെ അന്വേഷിച്ചു ഒന്ന് പറഞ്ഞു വിട്ടേ കേട്ടാ. അങ്ങനെ പോകാൻ പറ്റൂല. അവിടുന്ന് ഇത് സർക്കാർ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇവിടെ എവിടുന്നോ ഒരു കുട്ടീനെ കൊണ്ടുവന്നാക്കിയിട്ട് വെറുതെ പോകാൻ പറ്റൂല. കുട്ടിക്ക് ബോധം വന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതേ കുട്ടിക്ക് ബോധം വീണ്. മോളെ നമസ്കാരം. ഓക്കെ, വാ വാ. ഇത് ഹോസ്പിറ്റലാണ്. മോള് തലയിറങ്ങി വീട്ടിൽ കൊണ്ട് ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. മോള് ഗർഭിണിയാണ്. ആണോ? അതെ അതെ. ഭർത്താവ് എവിടെ? ഭർത്താവ് ഇതാ. ഇത് അവിടെ അല്ല, താൻ. ഞാനാ? നീയാണെന്നാണ് പറയണത്. ഇതെന്റെ ചേട്ടൻ. അല്ല മോള്, ഞാൻ അവിടെ ഓട്ടോയ്ക്ക് വരുമ്പോഴത്തേക്കണ്ടല്ല മോള് തലയിറങ്ങി കിടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ കുട്ടിക്ക് വിശേഷം ഉണ്ട്. നല്ല കാര്യം, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, എല്ലാതും പ്രാർത്ഥിക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്തു. ഈ വാവയുടെ ഉത്തരവാദി ആരാ? കണ്ടോ? തന്റെ ഭാര്യയല്ലേ ഇത്? ഇതെന്റെ ഭാര്യയല്ല. പിന്നെ എന്റെ ഭാര്യ സുജയാണ്. ഞാൻ ചോദിക്കാം. തന്റെ ഭാര്യ ഒരു സുജ. മോളുടെ പേരെന്താ? സുജ. രണ്ടുപേരും പേര് ഒരുപോലത്തെ അല്ലേ? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഗഗനൻ. മോളുടെ ഭർത്താവിന്റെ പേരെന്താ? ഗഗനൻ. ഗഗനൻ. ഇതെന്റെ ഗർഭമല്ല. നിന്റെ ഗർഭമാണ്. എന്റെ ഗർഭം ഒരു നീല കളറാണ്. പിന്നെ ചേട്ടാ, കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്ന് തീർക്ക്. വിശേഷമായിട്ടിരിക്കില്ല, വിളിച്ചോണ്ട് പോ. നിന്റെ വീട്ടിൽ കൊണ്ടോടി. ചേട്ടാ പോവാ. എനിക്ക് നിന്നെ പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. ഞാൻ ധൃതിയായി പോയി. എന്റെ ചങ്കാണ്. 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ വലിയ ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചാ. 3ാം ക്ലാസ് വരെ. എന്നാ വിശേഷം? നല്ല വിശേഷടാ. എടാ ഞാനേ നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. നമ്മൾ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ നമ്മള് സ്പോർട്സ് മാൻ എടുക്കുന്ന ആളാ. അതൊക്കെ. പിന്നെ ഞാനിങ്ങനെ വരുമ്പോ വഴിയിൽ ഒരു പെണ്ണ് തലയിറങ്ങി കിടക്കും. ഞാൻ എടുത്ത് ഇവിടെ കൊണ്ട് നാക്കി. വേറെ ടിസ്റ്റ് പറഞ്ഞിട്ടാക്കുന്നത്. ആ കുട്ടിയുടെ ഭർത്താവ് ഞാനാണ്. ഡോക്ടർക്ക് മനസ്സിലായി ഇവനെ? ഇല്ല, എന്റെ ചങ്കാണ്. എന്റെ വീട്ടിൽ എന്തോരം പായിട്ട് മൂത്രവെച്ചവനാണ് ഇവൻ. പിന്നെ കുഞ്ഞിലെ ചെറുപ്പത്തില് എന്റെ ഭാര്യ സുജാ. പിന്നെ നിനക്കറിയില്ലേ? സുജന എനിക്കറിയാം. പിന്നെ നോക്കി എന്താ മറിക്കേ? ഇത് സുജയൊന്നുമല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെന്റെ ഭാര്യ മനസ്സിലായില്ലേ? അതെ അതെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാന്ന് ചോദിച്ചപ്പോ പറയാണ് ഈ നിൽക്കുന്ന ഗഗനനാണെന്ന്. ഇത് ജന്തു. ആരാണ് ഉത്തരവാദി? ചേട്ടൻ. നിന്റെ അപ്പൻ. അങ്ങനെയൊന്നുമില്ല. നീ എന്താ ഒരു അർത്ഥം വെച്ച് നോക്കണത്?
അല്ല അർത്ഥം വെച്ച് നോക്കിയല്ല നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. കുടുംബത്തിൽ കയറ്റാൻ പറ്റിയല്ലേ? നീ വന്ന് എന്താ ആ സുജയുടെ നമ്പർ പറഞ്ഞു. എന്റെ വൈഫിന്റെ 9846383266 ശരി. കറക്റ്റല്ലേ? എന്തിനാണ് എന്താണ് ആ സുജനെ വിളിക്ക്. സുജേ, സുജനെ വിളിക്ക്. സുജനെ വിളിക്ക്. ആ സുജേ, എടാ, സുജനെ. എടാ, നീ മരത്തോട് കളിക്കാതെ. എടാ, സുജേ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വാ. എടാ, വേണ്ടത് മിണ്ടരുത് നീ, മിണ്ടരുത്. അത് ഞാനെന്ന് പറഞ്ഞു. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവനാണ്. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് എന്റെ ഭാര്യനെ മക്കളെ നിന്റെ ഓട്ടോറിൽ കയറ്റിവിടും? നീ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നീ ഗർഭിണിയാക്കി ആശുപത്രി കൊണ്ടുവന്നിരിക്കുന്നോടാ? അത് സർക്കാർ ആശുപത്രിയിൽ ഈ സാധനത്തിൽ 15 പൈസ. പിന്നെ കേസിന് ബലം വേണമെങ്കിൽ ഒരു വയസ്സൊക്കെ കുറച്ച് പറയണം. 12. സുജയനെ നീ കല്യാണം കഴിച്ചാ? അതിനെന്താ കുഴപ്പം? നീ അവളെ ഗർഭിണിയാക്കിയില്ലേ? ഞാനാ? നീ അല്ലേ ആ, അവന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തം അവരെ ഏക്കണില്ല. അത് നിങ്ങളുടെ പ്രശ്നത്തിലിട്ടാ. അത് നിങ്ങളുടെ പ്രശ്നം. സുജ വന്നി. സുജ, എന്റെ സുജ വരട്ടെ. സുജനെ കേസിന് ബലമാണ്. അയ്യോ, എന്റെ ചേട്ടന് എന്താ പറ്റിയേ? പെങ്ങളെ അത് വേറൊന്നുമല്ല. ഒന്നുമില്ല. റോഡിൽ തലചുറ്റി ഒരു കുട്ടി വീണു. ആ കുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിൽ സഹായിക്കാറില്ലേ? ആര് തലകീറാൻ ഞാൻ കൊണ്ടുവരല്ലേ? എന്റെ ചേട്ടന് ഒരു പരസഹായല്ലേ? ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പരിശോധിച്ചപ്പോ ആ കുട്ടി ഗർഭിണിയാണ്. ഈ കുട്ടി ഈ കുട്ടി ആണോ? അയ്യോടാ, നല്ല ഭംഗിയല്ലേ? അയ്യോ അതല്ല രസം. ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറയുവാ ഈ നിൽക്കുന്ന ഗഗനാണെന്ന്. മോനെ നിന്റെ അച്ഛൻ പിഴച്ചു. അയ്യോ, എന്റെ പിള്ളേരെ വിട്ടാ. എടി, നീ ഞാൻ പറഞ്ഞു. നിങ്ങൾ പോയി പൊറുക്ക്. നിങ്ങൾ രാവിലെ ഒരു പരസഹായം എന്ന് പറഞ്ഞ രീതിയിലാണല്ലേ? നീ ഒന്ന് നിർത്തിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നോക്കേ ദേ, എന്റെ പാച്ചും കോലവൻ എന്റെ 2 മക്കളാണ് സത്യം. ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ മക്കളാണ് സത്യം. ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. എങ്ങനെ മുഖത്ത് നോക്കി പറയണടാ നീ? ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പറയണ അവനൊന്നും ഏക്കണില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഇനി എങ്ങനെ ജീവിക്കണം? വിടാ, വിടാ, വിടാ. എനിക്കല്ലേ വികാരം? നീ ആരൊക്കെ കെട്ടിപ്പിടിക്കുന്നത്? ആ ചേട്ടൻ പോസ്റ്റ് മാറുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടൻ ആദ്യം നിൽക്കുന്നോടത്ത് നിൽക്കും. അതാണ് അവനവൻ നിൽക്കേണ്ടടുത്ത് അവനവൻ നിന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഗർഭം ഉണ്ടാകും. എല്ലാരും ഒന്ന് നോക്കിയേ. എന്താണ്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, അതിപ്പം കണ്ട അവക്ക് ബോധം കറക്റ്റായിട്ട് വീണു. ഇനി അവള് കറക്റ്റായിട്ട് കാര്യം പറയും. പറ, വാ. ചേട്ടാ വാ. ആ, പറ, മോള് പറ. എനിക്കൊരു മസാല ദോശ മേടിച്ചു തരുമോ? വിശക്കുന്നു, വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എന്തിനു കഷ്ടം ഇത്? പൊക്കോളം. മക്കള് വാ. അതെ, ചേട്ടാ, ഇനി ഇത്രയൊക്കെ ആയി. 2 എണ്ണത്തിനെ സന്തോഷത്തോടെ വിളിച്ചോണ്ട് പോ. നീ ഇപ്പൊ തന്നെ പ്രസവിക്കാൻ സാധ്യത. ഇവിടെ മെഡിക്കൽ സയൻസിൽ ഭയങ്കര ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് നടത്തി എനിക്ക് അറിയാൻ പറ്റുള്ളൂ. തെളിവ് എന്ത് ടെസ്റ്റ്? DYFI ടെസ്റ്റ് നടക്കട്ടെ. DNA. ആ DNA ടെസ്റ്റ് അതാണ് അതിന്റെ പേര്. അത് മതി, അത് മതി. ഒരു കാര്യം ചെയ്യ്. അവനെ അവളെ വിളിച്ചോണ്ട് DNA ടെസ്റ്റ് നടത്താൻ പോകും. എണീ, എണീ, വാ. ഓ വാ ഓ എനിക്ക് പച്ചമാങ്ങ വേണം. നിനക്ക് പച്ച വേണ്ട, പച്ച ചക്ക തരാൻ പോണത്. പോടാ, പോ. അറിയാലോ. ഡോക്ടറെ റിസൾട്ട് കിട്ടി. കിട്ടിയാ? ഇത്ര പെട്ടെന്ന് കൊണ്ടുവാ 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 നോക്കട്ടെ. ചൂടോടെ റിസൾട്ട്. പ്രാർത്ഥിക്കുന്നു. എന്റെ അമ്മോ, കൺഗ്രാചുലേഷൻ. ഞാനാണ്. ഏയ് ഈ ഗർഭത്തിന് ഉത്തരവാദി താങ്കളല്ല. ഞാനല്ല. അല്ല ഞാനല്ലല്ലോ. അല്ല. ഉറപ്പാണല്ലോ. ഉറപ്പ്. എടീ, ഇതെന്താണ് ഇവിടെ പറഞ്ഞു പറ്റിയത്? എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലേ ശരിയാക്കി ഇരുന്ന് കഴിയട്ടെ. താനെ എവിടുത്തെ ഡോക്ടറാണോ? ഞാനല്ലേ ഇത് തെളിയിച്ചത്. എന്ത് തെളിയിച്ചത്? എനിക്ക് മുകളിൽ ദൈവമുണ്ട്. അല്ലെങ്കിൽ ഈ സത്യം എന്റെ 2 കുഞ്ഞുമക്കൾ കണ്ടാ ഇവരെ തലേ തൊട്ട് ഞാൻ സത്യം ചെയ്ത് അതിന്റെ നേരിൽ നിറിയിരിക്കണ്ടേ എന്റെ സ്വന്തം ചോര പറഞ്ഞ മക്കൾ. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ആ, പറ. ഈ ഗർഭത്തിന് ഉത്തരവാദി താങ്കളല്ലെന്ന് മാത്രമല്ല താങ്കൾക്ക് ഒരിക്കലും ഒരു അച്ഛനാവാൻ കഴിയില്ല. ഒന്ന് കേക്കടാ. അപ്പൊ ഇത് 2 ആരടി? എന്നാ പിന്നെ ഇതും കൂടി ഒന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൂടെ ചേട്ടാ? എന്റെ അമ്മോ. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ. ഒന്ന് ഭക്തിമാർഗോ ഇപ്പൊ നല്ല ഭക്തിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ല അച്ഛൻ എന്താ കഴിച്ചെന്ന് മണത്ത് നോക്കിയാ. അച്ഛൻ ഇവിടെ വന്നിരിക്കാണോ? ഞാൻ അച്ഛനെ അന്വേഷിച്ചു പള്ളിയിൽ പോയിരുന്നു. നീ എന്തിനാ പള്ളി പോയേ? എന്റെ സ്കൂളിലെ 5 പേര് പഠിക്കുന്ന പി കവിതയുമായിട്ട് എനിക്ക് ചെറിയൊരു കുളത്തിൽ. ഈ ചെറുപ്രായത്തിൽ അതൊക്കെ പാപല്ലേ? അതൊക്കെ ദൈവം അങ്ങ് പോയിക്കോളും. ദൈവം Adjust ചെയ്ത് പോയിക്കോളും. പോയിക്കോളും. Adjust ചെയ്ത് പോയിക്കോളും. ആണോ? ആഹാ. അപ്പൊ അവളുടെ വീട്ടുകാരെടുത്ത് അവളെ കെട്ടിച്ചേരുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി വീട്ടിലേക്ക് പോയി. അപ്പൊ അവളുടെ രക്ഷിതാക്കൾ പറയാ ഇത് പോയി പള്ളി പോയി പറയാൻ. അങ്ങനെ ഒരു പള്ളി പോയി. ഞാൻ പള്ളി പോയി. അപ്പൊ അവിടെ കണ്ടില്ല, അച്ഛനെ കണ്ടില്ല.
അതുകൊണ്ട് അന്വേഷിച്ചു വന്നാണ് നമ്മള്. ഇവൻ എന്തൊരു കുരുത്തങ്കട്ട എറിയാണെന്നറിയോ? ഇവൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ട് ഇവനെ ചെവിക്ക് പിടിച്ചിട്ട് പുറത്തേക്ക് എറിയുന്നുണ്ട് ഞാൻ. കോപ്പി അടിക്കേ എന്തത് പാമ്പല്ലേ ഇതൊക്കെ? ക്വസ്റ്റ്യൻ അതുപോലെ ആയിരുന്നു, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ അതുപോലെ എന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻ അതുപോലെ? എളുപ്പത്തിൽ ക്രിയ ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ, എളുപ്പത്തിൽ ക്രിയ ചെയ്യാം. കോപ്പി അടിക്കും. അവരങ്ങ് നൈസായിട്ട് കോപ്പി അടിച്ച് വെച്ചു. അച്ഛാ, എനിക്ക് വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഞാൻ പഠിച്ചൊന്നും മനസ്സിൽ നിൽക്കത്തില്ല, ഒക്കെ മറന്നുപോകും. പക്ഷെ സിനിമ കാണാണെന്നുണ്ടെങ്കിൽ എനിക്കതൊക്കെ ഓർമ്മ. അതൊരു കാര്യം ചെയ്യും, പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു സിനിമയാക്കിയിട്ട് തരാൻ പറ. നല്ല ഐഡിയ. സ്കൂളിൽ അങ്ങനെ പറഞ്ഞാൽ അവര് ചെയ്തു. വെരി ഗുഡ്. പക്ഷെ ഈ പടമൊക്കെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യോ? കൊള്ളാലോ. നീ ആള് കൊള്ളാലോ. ഞാൻ മാത്രല്ല, അച്ഛനും സൂപ്പറാ, കൊള്ളാം. പക്ഷെ എന്റെ അച്ഛനാ ലോകത്തോൽ. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച മാത്രം പോലെ പഠിക്കും വേണം. താൻ പാതി ദൈവം പാതി. താൻ പാതി ദൈവം പാതി. അതെ. അങ്ങനെയാണെങ്കിൽ പഠിക്കണ്ടല്ലോ, എന്താ പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ. എന്താ അങ്ങനെ? അല്ല, ദൈവത്തിന്റെ പാതി കിട്ടിയതന്നെ പാസ്സായി പരീക്ഷയ്ക്ക്. 50-25 മാർക്ക് ദൈവം തരുമല്ലോ, പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും എന്റെ തലയിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ കേട്ടാ, നല്ലവണ്ണം പഠിക്കാൻ പറ്റട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിളിക്കാം. അതാരെ കൂട്ടുകാരൻ? ജോൺസൺ. ജോൺസൺ കോട്ടയത്തുള്ള ജോൺസൺ. വിളിക്കാം. അവൻ നല്ല പാട്ട് പാടും. അച്ഛൻ കേട്ടോ? പറഞ്ഞടാ, നന്നായി കള്ളുപിടിക്കും പറയുന്നത്. നല്ല പാട്ട് പാടുന്നത്. കൈ ഇങ്ങനെ പിടിച്ചല്ല. അത് നല്ല പാട്ട് പാടും. കൊള്ളാം. ഒരു ബ്ലോക്ക് പറഞ്ഞു പോയതാ. ഒന്ന് വിളിക്കാവോ? ജോൺസൺ, അപ്പൊ ജോൺസൺ എന്താ ചെയ്യാൻ പോകുന്നത്? പാട്ട് പാടുവാണ്. അപ്പോൾ അത് ഡബിൾ വോയിസിൽ, മെയിലും ഫീമെയിലും വോയിസിൽ. എന്ത് പാട്ടാ പാടാൻ പോകുന്നത്? ഡിവോഷണൽ സോങ്. ഡിവോഷണൽ. അപ്പൊ നമുക്കൊരു ഡിവോഷണൽ തുടങ്ങാമല്ലോ അല്ലേ? വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടി സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തു ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടി സ്നേഹസ്വരൂപനേ, കുരിശിൽ തുളയുന്ന നേരത്തു ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. അപ്പോ ഇനിയൊരു മെയിലായിരിക്കും അല്ലേ? ഒരു മെയിൽ സോങ്. ഓക്കെ. പാതിരാവിൽ മഞ്ഞേ തീരനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൽ മഞ്ഞേ തീരനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാടിയാർപ്പൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർപ്പൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. അടുത്തത് ഒരു ഫിലിം സോങ്, മെയിലും ഫീമെയിലും ഡ്യുവറ്റായിട്ട്. താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യും നീല നവമേഘമേ കുളിക്കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യും നീല നവമേഘമേ കുളിക്കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചെയ്തോഹരം
ജോൺസൺ വളരെ നന്നായിരുന്നു. Thank you. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് പ്ലേ ബാക്ക് സിംഗിങ് ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. അപ്പൊ അച്ഛാ ഞാൻ പോവാണ്. അപ്പോ നല്ല കുട്ടിയായിട്ട് പ്രായമാവുമ്പോ പ്രേമിക്കാം. ഇപ്പൊ കുട്ടി പഠിക്കേണ്ട പ്രായല്ലേ? എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ. കോഫി അടിക്കാണ്ട് ക്ലാസ്സിലേക്ക് കയറൂ. ഓക്കെ. നല്ല കുട്ടിയാവൂ. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവ് കേട്ടോ. അതെ. ഓ ശരി. ഒരുപാട് ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു എപ്പിസോഡാണ്. നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ പ്രേക്ഷകരോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഈ കോമഡി സൂപ്പർ നൈറ്റ് ഒരു സൂപ്പർ പോസിറ്റീവ് എനർജി പകരുന്ന ഒരു നൈറ്റായിട്ട് മാറും. ഈ വിളക്കുകളൊക്കെ തെളിയുന്നതിന് കാരണമാക്കിയ ഒരു വ്യക്തിയുണ്ട്, വൈദ്യുതി കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ ഒരു ലെറ്റർ കൊടുത്തുവിട്ടു വീട്ടിലേക്ക് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ. അമ്മ ആ ലെറ്റർ വായിച്ചിട്ട് കൊച്ചിനോട് പറഞ്ഞു, മാസ്റ്റർ എഴുതിയിട്ടുള്ള കത്തിൽ ഇതാണ്, മോനെ നിനക്ക് വളരെയധികം ബുദ്ധിയും കഴിവും അറിവുള്ള ഒരു കുട്ടിയാണ്, നീ വലിയ ഒരു മഹാനായി മാറേണ്ട വ്യക്തിയാണ്, അതുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് മാറ്റി നല്ല സ്കൂളിൽ ചേർക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് മാറ്റി നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. അങ്ങനെ ഈ തോമസ് ആൽവ എഡിസൺ ഇത്ര വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണഭൂതനായ ഒരു വ്യക്തിയായി മാറി. കാലങ്ങൾക്ക് ശേഷം അമ്മയെല്ലാം മരിച്ചു പോയതിനു ശേഷം ഒരു കാലത്ത് ഈ അമ്മയ്ക്ക് ഹെഡ് മാസ്റ്റർ കൊടുത്തുവിട്ട കത്ത് ഈ മനുഷ്യന്റെ കയ്യിൽ കിട്ടുകയാണ്. അതിലെഴുതിയിരിക്കുന്ന ഇതാണ്, നിങ്ങളുടെ പുത്രൻ ഒന്നിനും കൊള്ളാത്തൊരു കുട്ടിയാണ്, ഇതിനെ ഇനി സ്കൂളിൽ നിർത്താൻ പറ്റില്ല, ഇതിനെ ഞാൻ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ കത്താണ് അമ്മയ്ക്ക് കിട്ടിയത്. പക്ഷെ ആ അമ്മ തൻ്റെ മകനോട് പറഞ്ഞതാണ്, മോനെ നീ വലിയ മഹാനാകേണ്ട വ്യക്തിയാണ്, അതുകൊണ്ട് നിന്നെ വേറെ പഠിപ്പ് നിനക്ക് കിട്ടുന്നൊരു സ്കൂളിൽ ചേർക്കുകയാണ്. ആ അമ്മയുടെ വാക്കുകൾ ഇന്ന് ഈ കാണുന്ന പ്രഭയ്ക്കെല്ലാം കാരണമായൊരു വ്യക്തി ഉണ്ടായി. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാവൂ, നെഗറ്റീവ് എനർജി ഈ ലോകത്തിൽ ഉണ്ടാകരുത്. ഈ കോമഡി സൂപ്പർ നൈറ്റ് കേട്ട വ്യക്തികൾക്ക് ഇവിടെയുള്ള തമാശകളോ ചിരികളോ ഒക്കെ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സൂപ്പർ നൈറ്റായിട്ട്, കോമഡി നൈറ്റായിട്ട് മാറും. ഇന്ന് ഞങ്ങളിവിടെ വളരെ സന്തോഷമുള്ളൊരു വാർത്ത ഫാദറിന്റെ ഒപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സെലിബ്രേഷൻ നൈറ്റാണ്. കാര്യം കോമഡി സൂപ്പർ നൈറ്റിന് സംസ്ഥാന സർക്കാർ ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് ഷോ എന്നുള്ള ഒരു പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലകവും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആഘോഷങ്ങളുടെ രാവാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും സ്റ്റേജിലേക്ക് വരികയും നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിച്ചത് ആഘോഷിക്കുകയും ചെയ്യാം. കൺഗ്രാജുലേഷൻസ്, കൺഗ്രാജുലേഷൻസ്. ഫാദർ, ഇതാണ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് ഇതാണ് നൽകിയത്, ഇതാണ് അവാർഡ് ശില്പം. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് ഷോ കോമഡി സൂപ്പർ നൈറ്റ്. അതെ, നമ്മളത് ആഘോഷിക്കുന്നത് ഇവിടെ മധുരം പങ്കിട്ടാണ്. അപ്പോൾ കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ച എല്ലാ ആളുകളെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ മധുരം പങ്കിടുന്നു, ഇത് ആഘോഷിക്കുന്നു. അപ്പൊ ഈ സന്തോഷകരമായ മുഹൂർത്തം കേക്ക് മുറിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. मकतूल जिगर कातिल है नजर एक महाजबी एक नूर नगी रब की रुबाई क्या है तबाही गर्दन जुराही बोली इलाही अफगान जलेबी माशूक फरेबी घायल है तेरा दीवाना भैया भैया बंदूक दिखा के क्या प्यार करेगी चेहरा भी कभी दिखाना भैया भैया. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ ഏറ്റവും മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് വൈൻഡ് അപ്പ് പറയാൻ പോകുന്നത്. സോ ബൈ ബൈ.
Yeah.